അറബിക്കടലിൽ കൊച്ചി തീരത്ത് ഒരു ലൈബീരിയൻ കപ്പൽ മുങ്ങിയത് കഴിഞ്ഞ ആഴ്ചയാണ്. ആ കപ്പൽ അപകടം സംസ്ഥാനത്തുണ്ടാക്കിയ പാരിസ്ഥിതികാഘാതം, വാണിജ്യ മേഖലയുണ്ടാക്കിയ ആഘാതം അതൊന്നും ചെറുതല്ല. അപ്പോൾ നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ കപ്പൽ വരുമ്പോൾ വികസനം വരുന്നു എന്ന് പറയുമ്പോഴും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഓണായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ, അതിനെ നേരിടുന്നതിലെ പ്രശ്നങ്ങൾ, അതിലേക്ക് കൂടി ചിന്തിക്കേണ്ട ഒരു ഘട്ടമാണ്. അതിനുള്ള കാരണങ്ങൾ ഈ ലൈബീരിയൻ കപ്പലിൻ്റെ മുങ്ങലുണ്ടാക്കുന്നുണ്ട് എന്നുകൂടി കരുതുകയാണ്. അപ്പോൾ ആ വിഷയം കൂടി സംസാരിക്കുകയാണ്. നൗഫൽ, ഈ കപ്പൽ അപകടം നമുക്ക് മുന്നിൽ വെക്കുന്ന ആശങ്കകൾ എന്തൊക്കെയാണ്? സൈഫ് സൂചിപ്പിച്ച പോലെ ഈ കപ്പലപകടം ഉണ്ടായതിനു ശേഷം വിഴിഞ്ഞവുമായി ബന്ധപ്പെടുത്തി ഇതിനാരും ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് പേരെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. ഇപ്പോൾ വിഴിഞ്ഞത്ത് തുറമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രൊജക്റ്റാണല്ലോ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ തന്നെ. അപ്പം അതിന് ആ വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ്. അതിന് ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. അത് കപ്പൽ പാതയിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരെയാണ്. സ്വാഭാവികമായ ആഴം അവിടെയുണ്ട്, ഡ്രഡ്ജിങ് ആവശ്യമില്ല. അങ്ങനെ കുറേ ഘടകങ്ങൾ ഒത്തിണങ്ങിയ ഒരു സ്ഥലമാണ് വിഴിഞ്ഞെന്നുള്ളത്. അങ്ങനെ തുറമുഖം ഉണ്ടാക്കാൻ ഏറ്റവും യോജിച്ച സ്ഥലമെന്ന് പറയുകയും അങ്ങനെയാണ് അവിടെ തുറമുഖം ഉണ്ടാക്കുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം അവിടെ ഒരു അപകടം ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമുണ്ട്. ഈ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹിയറിംഗ് നടത്തിയ സമയത്ത് അവിടുന്ന് തീരദേശവാസികളിൽ ആരോ ഈ പബ്ലിക് ഹിയറിങ്ങിൽ ചോദിച്ചു അത്രേ, ഒരു കപ്പൽ മുങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് അവിടെ ഉദ്യോഗസ്ഥർ അതിനെ തിരിച്ചു തള്ളുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അതായത് ഒരു കപ്പൽ മുങ്ങിക്കഴിഞ്ഞാൽ കടലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, തീരത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മീൻ പിടുത്തത്തിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും ഒരു മുൻകരുതലുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. കാരണം ഈ കപ്പൽ മുങ്ങിയതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? 4 കിലോമീറ്റർ ചുറ്റളവിൽ എണ്ണപ്പാട പരന്നു എന്നാണ് പറയുന്നത്. കപ്പലിലുണ്ടായിരുന്ന വസ്തുക്കൾ എന്താണെന്ന് ആദ്യഘട്ടത്തിൽ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. കാൽസ്യം കാർബൈഡ് പോലുള്ള വെള്ളവുമായി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അസെറ്റ്ലിൻ വാതകം ഉൽപ്പാദിപ്പിച്ച് തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള അങ്ങനെ ഉള്ള വലിയ മാരകമായ അപകടകരമായ വസ്തുക്കളൊക്കെ ആ കപ്പലിലുണ്ടായിരുന്നു. ആ ടാങ്കറുകൾ പലതും തീരത്തടിഞ്ഞതിന് ശേഷം ഒരു ടാങ്കർ കത്തിയ വാർത്ത പോലും നമ്മൾ കണ്ടു. തീരത്ത് മൊത്തം പ്ലാസ്റ്റിക് ഗ്രാനുകളുകൾ പടർന്നു കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ എന്തോ ഒരു സാഗര ശുദ്ധിയോ അങ്ങനെ എന്തോ ഒരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കടൽ തീരം ശുദ്ധീകരിക്കുന്ന പദ്ധതിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെയൊക്കെ ഒരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഭവിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഈ മാലിന്യം അടിഞ്ഞുകൂടി. അത് സംരക്ഷിക്കാനുള്ള അത് പരിഹരിക്കാനുള്ളൊരു മാർഗവും നമ്മളെ കയ്യിലില്ല. മുഖ്യമന്ത്രിയുടെ കൈവശമാണ് നമ്മുടെ പരിസ്ഥിതി വകുപ്പ് കടക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിൽ എന്തൊക്കെ നടപടികൾ നമുക്ക് എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഈ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്ന വലിയ പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ട മുൻകരുതലുകൾ ഉണ്ടായില്ലേ എന്നുള്ള സംശയമാണ് ബാക്കി നിൽക്കുന്നത്. ആ സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം ഈ കപ്പലിൽ ഇത്രത്തോളം വസ്തുക്കൾ ഉണ്ടാകുമെന്നും ഇതെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിനെ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ വേണമെന്നുള്ള ഒരു ചിന്ത അവിടെ ഉണ്ടായിട്ടില്ല എന്ന് സംശയമുണ്ട്. കാരണം നമ്മുടെ തീരം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വിഴിഞ്ഞത്തെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖം വന്നതിന് ശേഷം ശംഖുമുഖം ബീച്ച് ഇടിഞ്ഞു താന്ന് കുറേ കടലെടുത്ത് കൊണ്ടുപോയി. വലിയ തുറ, ചെറിയ തുറ ബീച്ചുകളൊക്കെ ഇതേ അവസ്ഥ ഉണ്ടായി. അതായത് കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു തീരമാണ് നമ്മുടെ കേരളത്തിൻ്റെ. മൺസൂൺ പ്രവചനാതീതമാണ്. അത് കടലിൽ മാത്രമല്ല നമ്മുടെ മലകളിൽ വരെ ഉരുൾപൊട്ടലൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള മുൻകരുതൽ നടപടികൾ നമ്മുടെ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. അതെല്ലാം ഈ ഒരു അപകടത്തെ തുടർന്ന് ബലപ്പെടുകയാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ഈ കപ്പൽ ഒരു അപകടമുണ്ടാക്കിയാൽ പ്രകൃതി ദുരന്തമല്ലാതെ അല്ലെങ്കിൽ മറ്റ് അതുപോലുള്ള എന്തെങ്കിലും കാരണമല്ലാതെ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപരിഹാരം നൽകേണ്ടത് ഇതേ കപ്പൽ ഉടമ തന്നെയാണ്. നഷ്ടപരിഹാരം ഈടാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ആ ബാധ്യത കൂടി സർക്കാർ നിറവേറ്റേണ്ടതുണ്ട്. ഇത്തരം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ ഈ നഷ്ടം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണം. അത് ഈടാക്കേണ്ടത് ഈ ഉടമകളിൽ നിന്നുമാണ്. ജംസി, കപ്പൽ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്തെ മുൻനിർത്തി സർക്കാർ സൈഡിൽ ഉണ്ടാവേണ്ട ചിന്തകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ തന്നെ ദുരന്ത വിദഗ്ധരൊക്കെ സംസ്ഥാന സർക്കാരിനെ അഡ്വൈസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അവരെ തന്നെ ചില പോസ്റ്റുകളൊക്കെ കണ്ടിരുന്നു. അത് എൻവയോൺമെൻറ്റൽ ഹസാർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ സർക്കാരിന് നൽകുന്നുണ്ട്. പക്ഷേ അതിലൊരു പ്രശ്നം, ഈ അപകടം ഉണ്ടായിട്ട് നമ്മുടെ ഭരണകൂടം അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിലെന്താണ് ഉള്ളത് എന്ന് ആദ്യം നാട്ടുകാരിൽ നിന്നേ മറച്ചു വെച്ചു, മാധ്യമങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. എന്താണെന്ന് നമുക്ക് ദുരൂഹമായിരുന്നു.
എന്തോ അപകടം ഉണ്ടാകുന്ന സാധനമാണ് 200 മീറ്റർ അകലെ നിൽക്കണം എന്നാണ് നമ്മോട് പറഞ്ഞത്. അതിലുണ്ടാകുന്ന അപകടം ഉണ്ടാകുന്ന സാധനം ഒന്ന് പ്രധാനമായിട്ടും കാൽഷ്യം കാർബൈഡാണ്. അത് വെള്ളവുമായി തട്ടിക്കഴിഞ്ഞാൽ അത് പ്രതിപ്രവർത്തിച്ച് അസെറ്റ്ലീൻ ഗ്യാസ് ഉണ്ടാവുകയും തീ പിടിക്കുകയും ചെയ്യും. അത് ഉടനടി ആ കപ്പൽ ഷിപ്രക്ക് ഉണ്ടാവുന്നതിൻ്റെ ഉടനെ സംഭവിക്കേണ്ടതാണ്. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല, തീപിടുത്തമൊന്നും ഉണ്ടായില്ല. പിന്നെയുള്ളത് അതിലെന്താണെന്നുള്ള ആളുകൾക്ക് വിവരം ലഭിക്കും, ഇൻഫോംഡ് ആകുമ്പോഴാണല്ലോ അതിൽ നിന്ന് കരുതലെടുക്കുക. അതിനുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു ഏറ്റവും അപകടകരമായ വസ്തു ഈ പറയുന്ന LDP എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഗ്രാനുവൽസാണ്. അത് പ്ലാസ്റ്റിക് നിർമ്മാണത്തിലുള്ള റോ മെറ്റീരിയലാണ്. അത് വലിയ തോതിൽ ഏതാണ്ട് 13 കണ്ടെയ്നറിൽ മൊത്തം അത് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് അതിലുണ്ടോ എന്നുള്ള വിവരം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇത് പ്ലാസ്റ്റിക് അടിയാൻ തുടങ്ങിയപ്പോഴാണെന്ന് തോന്നുന്നു ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയോട് ഇത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ പ്ലാസ്റ്റിക് വിഷമൊന്നുമല്ല എന്ന മറുപടിയാണ് കിട്ടിയത്. എത്ര നിരുത്തരവാദപരമായ ഇറസ്പോൺസിബിളായ മറുപടിയാണ് അതൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് കഴിച്ചാൽ വിഷമാണോ, അത് ആൾ മരിച്ചു എന്നുള്ളതല്ല പ്രശ്നം. അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെയുള്ള മറുപടിയാണ് അവർ കൊടുക്കുന്നത്. അതായത് ഈ ഗ്രാനുവൽസ് യഥാർത്ഥത്തിൽ നിരുപദ്രവകരമാണ്, അതിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ അതുണ്ടാക്കുന്ന എന്താണ്, ഒന്നുകിൽ അത് മീൻമുട്ടയാണെന്ന് കരുതി ആര് വിഴുങ്ങും, മത്സ്യങ്ങൾ വിഴുങ്ങും, അത് മത്സ്യങ്ങളെ കൊല്ലും. ഇനി അത് പ്ലാസ്റ്റിക് നശിച്ചു പോയില്ല, അത് എന്താവും, നാനോ കാപ്സ്യൂൾസായി തീരെ ചെറിയ തരികളായി മാറും. അത് ഈ കടലിലെ മുഴുവൻ ഓർഗാനിസത്തിൻ്റെ വയറ്റിലെത്തുകയും അത് കാലങ്ങളോളം അത് പ്രശ്നങ്ങളുണ്ടാക്കും, കാലങ്ങളോളം അത് ദുരന്തം ഉണ്ടാക്കും. ഇപ്പം തന്നെ ശംഖുമുഖം റോഡിലൊക്കെ ഈ ഗ്രാനുവൽസ് അടിഞ്ഞു കയറിയത് നമ്മൾ കാണാം. അപ്പോൾ അടിഞ്ഞു കയറിയത് എത്ര, കടലിലിപ്പം നിലവിലുള്ളത് എത്ര, ഇതിനെങ്ങനെ പരിഹരിക്കും? ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്സ്, ഈ മാരിടൈം, അവരുടെ കീഴിൽ ഒരു മാരിടൈം അതോറിറ്റി ഉണ്ട്. അവർ ഈ കപ്പൽ ഉടമകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ജനീവയിലെ മറ്റാണ് ഇതിൻ്റെ ആസ്ഥാനം, ലൈബീരിയയിലെ മറ്റാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവർ കുറേ ഏജൻസികൾ വെച്ചിട്ട് ഷോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതിന് നാട്ടുകാരുടെയൊക്കെ സഹായം തേടുന്നുണ്ട്. ഷോർ ക്ലീൻ ചെയ്ത് പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് എടുത്ത് പറക്കി മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹമായ സാധനങ്ങളാണ്, അപകടകരമായ വസ്തുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഇടയിൽ ഇങ്ങനെ എന്താണ് അഭ്യൂഹങ്ങൾ ഉണ്ടാക്കുക, ആളുകൾ ആശങ്ക ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിലുള്ളത് എന്താണെന്നുള്ളത് ഈ തുറമുഖ വകുപ്പിന് അറിയാം, അതിലെന്താണ് കയറ്റിവിട്ടെന്നുള്ള അവർക്കറിയാം. അപ്പോൾ ഇന്ന സാധനങ്ങളാണ് അതിലുള്ളത്, അത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, നാട്ടുകാർ അതിനോട് ജാഗ്രത കാണിക്കണം എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം എന്താ പറഞ്ഞിട്ടുണ്ടെന്ന്, അവിടെ അങ്ങോട്ട് പോകരുത്, 200 മീറ്റർ മാറി നിൽക്കണം, കണ്ടെയ്നർ അടുത്ത് സെൽഫി എടുക്കരുത്, പോലീസ്, പട്ടാളം, ഇതെന്താണിത്? അത് ഈ കപ്പലിനെക്കുറിച്ചും ഈ കപ്പൽ അപകടങ്ങളെക്കുറിച്ചും കടലിനെക്കുറിച്ചും ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഈ ദുരന്ത വിദഗ്ധരെക്കാൾ കൂടുതൽ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്കാണ്. എന്തുകൊണ്ടാണ് കപ്പൽ മറിഞ്ഞു എന്ന് ഏത് വിദഗ്ധനേക്കാൾ നന്നായിട്ട് പറയാൻ കഴിയുക ഈ മത്സ്യത്തൊഴിലാളികൾക്കാണ്. എന്തുകൊണ്ടാണ് കപ്പൽ മറിയുന്നത്, കപ്പൽ മറിയാനുള്ള സാധ്യതയുണ്ട്, അതുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവരെയൊക്കെ വെറും ഫൂളാക്കിക്കൊണ്ട് ഈ വിദഗ്ധന്മാർ ഇരുന്നങ്ങ് സംസാരിക്കുകയാണ്. ആ സമയത്ത് ഈ അപകട സമയത്ത് കുറേ വിദഗ്ധന്മാർ വരും, അത് വേറെ കാര്യം. ഇത് യഥാർത്ഥത്തിൽ ഒട്ടും റെസ്പോൺസിബിളായിട്ടുള്ളൊരു പെരുമാറ്റമല്ല ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇത് ഈ പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് ഈ കടലിൽ പോയിട്ടുണ്ട്, ടൺ കണക്കിന് സാധനങ്ങളുണ്ടാവും, നമുക്കറിയില്ല എത്രയുണ്ടെന്നുള്ളത്. ഇതിന് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും? കാരണം നമ്മൾ ഒരുപാട് മാരിടൈം ലോകളിലൊക്കെ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ത്യ കൂടി സിഗ്നേറ്ററി ആയിട്ടുള്ള നിരവധി കരാറുകളുണ്ട്. അതനുസരിച്ച് അതിൻ്റെ ഉത്തരവാദി ഈ കപ്പൽ ഉടമയായിരിക്കണം. ഈ കപ്പൽ കമ്പനിയാണ്, ഏതാണ്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. അപ്പോൾ ഇവരിൽ നിന്ന് അതിന് നഷ്ടപരിഹാരം ഈടാക്കാൻ പറ്റുമോ, അതിനുവേണ്ടിയുള്ള എന്താണ് കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ആലോചനയില്ല. കാരണം അത് നഷ്ടപരിഹാരം ഈടാക്കേണ്ടതാണ്. കാരണം തലമുറകളോളം നീണ്ടു നിൽക്കുന്ന എക്കോളജിക്കൽ ഇമ്പാക്റ്റാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ നഷ്ടപരിഹാരം കൊടുക്കണം. അതിന് വേണ്ട വല്ല നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ, ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിക്കുന്നുണ്ടോ, ഇനി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഷിപ്പിംഗ് മന്ത്രാലയം അതിന് സ്വീകരിക്കുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. അതിനെക്കുറിച്ച് ഒരു പിടിപാടുമില്ല. മറ്റൊരു കാര്യം, 28 വർഷം പഴക്കമുള്ള കപ്പലാണ് ആ മുങ്ങിയത്. അതിൻ്റെ ഫിറ്റ്നസ് ഉണ്ടായിരുന്നു, ആ കപ്പലിൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങൾ നമുക്കറിയോ, ഒന്നും അറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നടക്കുന്ന ഒരുതരം വിട്ടുവീഴ്ച മനോഭാവം, അത് വികസനത്തിൻ്റെ പേരിലായിരിക്കും. വിഴിഞ്ഞത്ത് പോയ തുറമുഖമല്ല, ഇനി അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് മസിൽ പിടിച്ച് കഴിഞ്ഞാൽ കപ്പൽ കമ്പനികളൊന്നും ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കപ്പലൊന്നും ഇങ്ങോട്ട് അയച്ചില്ലെങ്കിൽ വിഴിഞ്ഞം പൊളിഞ്ഞു പോകും, അങ്ങനെയുള്ള ആശങ്കകളാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതൊക്കെ എന്താണ്, ഒരു അന്താരാഷ്ട്ര നിയമങ്ങളുള്ള കാര്യങ്ങളാണ്. അതനുസരിച്ച് പെരുമാറാൻ ഭരണകൂടം ബാധ്യസ്ഥരാണ്. ശരി.